ഹായ് മക്കളെ, കീം എക്സാം കംപ്ലീറ്റ് ആയി. കീം എക്സാം കംപ്ലീറ്റ് ആകുമ്പം എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണം. ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആ പഠിച്ചത് ഒരിക്കലും ബ്രാഞ്ച് വൈസ് അല്ല പഠിച്ചത്, അല്ലെ? എല്ലാത്തിനും കോമൺ ആയിട്ട് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചു, അല്ലേ? പക്ഷെ ഒരാൾക്കും, ആകെ വളരെ ഫ്യൂ ആൾക്കാർ മാത്രമേ ബ്രാഞ്ച് ഓൺലി ചൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബ്രാഞ്ച് ചൂസ് ചെയ്യാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ട്രിപ്പിളെ കുറിച്ചുള്ള വീഡിയോ AV സാർ ചെയ്തിട്ടുണ്ട്. അതിന് താഴെ വന്ന കമൻസ് മൊത്തം എന്താണ്, ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചിനെ കുറിച്ചുള്ള വീഡിയോസ് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച്. എൻജിനീയറിംഗ് എന്ന് കേട്ടാൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ബ്രാഞ്ച് ഏതാ? യെസ്, നിങ്ങൾ പറഞ്ഞു, മെക്കാനിക്കൽ എൻജിനീയറിംഗ്. നമ്മളെപ്പോഴും അറിയപ്പെടുന്ന റോയൽ മെക്കാണ്. കുട്ടികൾക്ക് എപ്പോഴും വരുന്ന ഡൗട്ടാണ്, റോയൽ മെക്കിന് പഴയ പ്രതാപമൊക്കെ ഉണ്ടോ? പണ്ട് നല്ല പ്രതാപമുണ്ട്, അല്ലേ? 2010, 2013 നല്ല പ്രതാപമുണ്ട് ബ്രാഞ്ചായിരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പം ആ പ്രധാനം ഉണ്ടോ? ഇപ്പം CSL ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മെക്കിനൊന്നും പ്രാധാന്യം ഇല്ലല്ലോ, മെക്കിന് പ്ലേസ്മെൻറ്റ് ഇല്ലല്ലോ, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ മൈൻഡിൽ വരുന്ന ഡൗട്ട്? ഓഫ് കോഴ്സ് ആയിരിക്കും, അല്ലേ? അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രാധാന്യം ഉണ്ടോ, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ ഉണ്ടോ, പ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ എന്താണ് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നത്, ആ കാര്യം കൂടി ഞാൻ ഇതിലൂടെ പറഞ്ഞു പോകും. ഓക്കെ, സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം പറയാൻ പോകുന്നത് വാട്ട് ഈസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇത് തന്നെ ശരിക്കും $1 മില്യൺ ക്വസ്റ്റ്യനാണ്. കാരണം വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേൾക്കുമ്പം പല ആൾക്കാരുടെ മൈൻഡ് വരിക, നിങ്ങളുടെ അച്ഛനും അമ്മനോട് ചോദിച്ചു, അവിടെ മൈൻഡ് വരിക എന്താണ്? മെക്കാനിക്കൽ, അല്ലേ? വണ്ടിയുടെ മെക്കാനിക്കൽ, അല്ലേ? അതായത് സംതിങ് റിലേറ്റഡ് ടു കാറുകൾ, ബസ്സുകൾ, ലോറികൾ, അതാണ് മൈൻഡിൽ വരിക. പക്ഷെ അത് മാത്രമാണോ ശരിക്കും മെക്കാനിക്കൽ? ഒരിക്കലല്ല. അത് മെക്കാനിക്കൽ ഒരു ബ്രാഞ്ചാണ്. ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഒരു ബ്രാഞ്ചാണ്. ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ എന്ത് വരിക? ഈ കാറും ബൈക്കും ഓട്ടോയൊക്കെ എല്ലാം വരിക, അല്ലേ? അതല്ലാത്ത ഒരുപാട് കാര്യങ്ങളില്ല അവിടെ. ഓഫ് കോഴ്സ് ഉണ്ട്. എന്തൊക്കെയാ അവിടെ? റോബോട്ടിക്സ് ഉണ്ട്, അല്ലേ? പിന്നെന്താ, പല ടൈപ്പ് എൻജിൻസ് ഉണ്ട്. ഈ എൻജിൻസ് വണ്ടികളിൽ മാത്രമാണോ? അല്ല, അല്ലേ? നമുക്ക് എല്ലാ ഫാക്ടറീസിലും എന്തുണ്ട്? ഒരുപാട് എൻജിൻസ് ഉണ്ട്. അതും ഇതിൽ വരും, അല്ലേ? പിന്നെന്താ, പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും എന്തല്ല, ഈ ഓട്ടോമൊബൈൽ മാത്രമല്ല മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കീഴിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. അത് എന്താണ്? മെക്കാനിക്കൽ എഞ്ചിനീയർ പാർട്ടാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയർ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ശരിക്ക് ഞാൻ ഇവിടെ സ്ലൈഡ്സ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതെന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് മെയിനായിട്ട് വാട്ട് ഈസ് മെക്കാനിക്കൽ എഞ്ചിൻ എന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ എന്നല്ല ഞാൻ പറയുന്നത്, സംതിങ് റിലേറ്റഡ് ടു എൻജിൻസ് ആണ്, അല്ലേ? എൻജിൻസ് ഉണ്ട്, അതുപോലെ മാനുഫാക്ചറിങ് ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, തെർമോഡൈനമിക്സ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? അതൊക്കെ ഇൻ ഹോൾ ചേർന്നാളെ നമ്മൾ എന്ത് ചെയ്യുക? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുക. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പറയാൻ വേണ്ടി ഈ വീഡിയോ മാത്രം പോരാ, അല്ലേ? ഒരു 10 മിനിറ്റ് വീഡിയോ, 20 മിനിറ്റ് വീഡിയോ പോരാ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഓക്കെ, പിന്നെ അതിലെ കോർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഈ കോർ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ നേരത്തെ പറയാം. ഒന്നാമത്തെ ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. നമ്മളെ +1 +2 പഠിക്കുന്നില്ലേ, നമ്മളെ റൊട്ടേഷൻ മോഷൻ, ലോസ് ഓഫ് മോഷൻ, 1 ഡയമെൻഷൻ മോഷൻ, 2 ഡയമെൻഷൻ മോഷൻ, അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നത്, അല്ലേ? രണ്ടാമത്തെയാണ് തെർമോഡൈനമിക്സ്. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓൾറെഡി നിങ്ങൾ +1 +2 പഠിക്കുന്ന തെർമോഡൈനമിക്സ് അത് തന്നെയാണ്. അതേ കാര്യം കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് പഠിക്കും എവിടെ? നമ്മൾ ബിടെക്കിൽ, മെക്കാനിക്കലിൽ. ദെൻ അടുത്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെഷീനറി. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ച ആൾക്കാരല്ലേ? ബെർണോളിസ് തിയറം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലേ? അതേ കാര്യങ്ങളിൽ ഹയർ ലെവലിലേക്ക് വരും. അതെങ്ങനെയാണ് എൻജിൻസിൽ യൂസ് ചെയ്യുക, അതെങ്ങനെയാണ് മെഷീൻസിൽ യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എവിടെ പഠിക്കുക? ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാം. ദെൻ മെഷീൻ ഡിസൈനാണ്. അത് പേര് തന്നെ പറയുന്നുണ്ട്, പല ടൈപ്പ് മെഷീൻ ഡിസൈനാണ്. ആ മെഷീൻ ഡിസൈൻ ചെയ്യാൻ വേണ്ട ക്രൈറ്റീരിയാസ്, അതിൻ്റെ ഫോഴ്സസ്, ടോർക്സ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. ആ കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്, ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. പിന്നെ മാനുഫാക്ചറിങ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കലിൻ്റെ കോർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മാനുഫാക്ചറിങ്. ഈ മാനുഫാക്ചറിങ്ങിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് വരിക? മെറ്റീരിയൽ സയൻസ് ഒക്കെ വരിക. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ഡോക്ടറിൻ്റെ കേസ് വരിക, ഒരു ഡെൻ്റൽ ഡോക്ടർ ഒരു പുതിയ പല്ലുണ്ടാക്കാൻ വിചാരിക്കുക. ആ പുതിയ പല്ലുണ്ടാക്കാൻ ഡോക്ടേഴ്സ് നടക്കൂല, അല്ലേ? അവിടെ എന്ത് വേണം? ആ പല്ലുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് വേണം. ആ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത ഒരിക്കലും ഓഫ് കോഴ്സ് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ്. ആ മെറ്റീരിയൽസിന് വേണ്ട കാര്യങ്ങൾ അതെന്താവണം? ആ മെറ്റീരിയൽസ് സെറാമിക്സ് ആവണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവണോ, അതിലെന്തെങ്കിലും ആഡ് ചെയ്യണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ? അതൊക്കെ തീരുമാനിക്കുന്ന ആരാ? മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ് ആ മെറ്റീരിയൽസിനെ കുറിച്ച് കംപ്ലീറ്റ് ഐഡിയാസ് ഉണ്ടാക്കുക.
ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്താണ്, അതിൻ്റെ ഫോഴ്സ് എന്താണ്, അതിൻ്റെ ടോർക്ക് എന്താണ്, അതിന് എത്രത്തോളം വിത്ത്സ്റ്റാൻഡ് കപ്പാസിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. ആ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുക ആരാ? മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ് അല്ലേ. സോ നിങ്ങളെ ഈ മാനുഫാക്ചറിങ് എന്ന ടോപ്പിക്കിൽ പഠിക്കുക ഒരുപാട് മെറ്റീരിയൽസിനെ കുറിച്ചും ഒരുപാട് മാനുഫാക്ചറിങ് ഐഡിയാസുമാണ്. അപ്പോൾ അങ്ങനൊരു സബ്ജക്റ്റും അവിടെ ഉണ്ട്. പിന്നുള്ളത് CAD CAM. CAD CAM ശരിക്കും ഒരു ഡിസൈൻ സോഫ്റ്റ്വെയറാണ്. ആ CAD CAM മാത്രമല്ല, അങ്ങനെ ഒരുപാട് ആൻസിസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ് നമ്മൾ ഡിസൈൻ ചെയ്യാനും ബാക്കി കുറേ പർപ്പസിന് യൂസ് ചെയ്യും. അങ്ങനെ കുറേ ഇങ്ങനെ ഡിസൈൻ സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 4 വർഷക്കാലത്തിൽ പഠിക്കും. പിന്നുള്ളത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ആണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, റോബോട്ടിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ റോബോട്ടിക്സിൻ്റെ പലവിധ ബ്രാഞ്ചസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് അറ്റ് എ ഗ്ലാൻസ് കോർ സബ്ജക്റ്റ് പഠിക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ 4 വർഷത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ 4 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും, മെക്കാനിക്കൽ എഞ്ചിനീയറിനോട് പഠിക്കും. ഓക്കെ, ദെൻ അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാൻ എന്തൊക്കെ സ്കിൽസ് വേണം. ഒന്നാമത്തെ കാര്യം, മാത്സും ഫിസിക്സും നല്ലോണം അറിയണം. അല്ലെങ്കിൽ മാത്സിനും ഫിസിക്സിനോടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇഷ്ടം ഉണ്ടാകണം. അത് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കൂടുതലും അവിടെ പഠിക്കുന്ന എന്താണ്, ഈ മാത്സും ഫിസിക്സും തന്നെയാണ്. അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽസാണ് പഠിക്കുന്നത്. അപ്പോൾ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കംപ്ലീറ്റ് ഐഡിയ നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാ ബ്രാഞ്ചിനും വേണം അല്ലേ. നമ്മൾ ഒരു മനുഷ്യനുണ്ടാവേണ്ട, ഒരു എഞ്ചിനീയർ ഉണ്ടാവേണ്ട ഏറ്റവും നല്ലൊരു കഴിവാണിത് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അത് ഓഫ് കോഴ്സ് ഉണ്ടാവും. പിന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, അതെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കേസാണ്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാ എഞ്ചിനീയേഴ്സിനും ഉണ്ടാവേണ്ട ഒരു കഴിവാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആവട്ടെ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആവട്ടെ, ട്രിപ്പിൾ ആവട്ടെ, ഈസി ആവട്ടെ, എന്താവട്ടെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാക്കണം അല്ലേ. അതെങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ അത് നിങ്ങളിപ്പോൾ നോക്കണം കേട്ടോ, നിങ്ങൾക്ക് വഴിയേ ഉണ്ടായിക്കോളും. അത് നിങ്ങൾ കോളേജിൽ ചെന്നിട്ട് നിങ്ങൾ കൂട്ടുകാരോടും അതുപോലെ അധ്യാപകരോടൊക്കെ എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉണ്ടാവേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കഴിവാണ്. ആ കഴിവ് ഉണ്ടായിക്കോളും. ഇപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താകും, അത് ഉണ്ടാക്കണം, അത് ഡെവലപ്പ് ചെയ്യണം, ആ ഡെവലപ്പ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങൾ വഴിയേ ഉണ്ടായിക്കോളും എന്ന് പറയുകയാണ്. അത് ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, മെയിനായിട്ട്. ദെൻ പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്. പ്രാക്ടിക്കൽ തിങ്കിങ് മീൻസ് നമ്മൾ ജസ്റ്റ് തിയററ്റിക്കൽ ഐഡിയാസ് മാത്രം പോരാ. ആ തിയററ്റിക്കൽ ഐഡിയാസ് എന്ത് ചെയ്യണം, നമ്മൾ ലാബ്സിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ തിങ്ക് ചെയ്യാനുള്ള കഴിവ് വേണം. അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് കഴിവേണം. പുതിയ മെഷീൻസ് എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. ആ ഐഡിയാസൊക്കെ മെയിനായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ബ്രാഞ്ചിന് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ ടോപ്പ് കരിയർ ഏരിയാസ്. ഓക്കെ, ഓഫ് കോഴ്സ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ജോബിന് പോകാം, ഏതൊക്കെ ഏരിയാസിൽ നിങ്ങൾക്ക് ജോബിന് പോകാം. ഓഫ് കോഴ്സ് ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എന്താണ്, ഓട്ടോമൊബൈലാണ് അല്ലേ. ഹീറോ ഹോണ്ട, അതുപോലെ റോയൽ എൻഫീൽഡ്, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സായി ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷനാണ് എയറോസ്പേസ്. എയറോസ്പേസിൽ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. പിന്നുള്ളത് ഓഫ് കോഴ്സ് റോബോട്ടിക്സ്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ മെയിൻ പാർട്ടാണിത് റോബോട്ടിക്സ്. ഇപ്പോൾ ഏറ്റവും ബൂമിങ്ങിലുള്ളതാണ് AI ഇൻ്റഗ്രേറ്റഡ് റോബോട്ടിക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ആ AIയും റോബോട്ടിക്സും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അവിടെ ആരാവശ്യമുണ്ട്, CS ആവശ്യമുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആവശ്യമുണ്ട്, എല്ലാവരും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരു സ്കോപ്പ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഗവൺമെൻറ് സെക്ടേഴ്സ് ജോബായ PSU ജോബ്സായ നമ്മളെ ഓയിൽ റിഫൈനറീസ് അല്ലേ, ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറീസ് ഇപ്പോൾ ഏറ്റവും ബൂമിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓയിലും ഗ്യാസും ഒന്നുമില്ലെങ്കിൽ ലൈഫ് എങ്ങനെ പോകുന്നു ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്താണ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ്. അത് നമുക്കുള്ള സ്കോപ്സ് ആണ്. അങ്ങനെ ഒരുപാട് സ്കോപ്സ് ഉണ്ട്. എല്ലാം കൂടി പറയാനുള്ള ഒരു വീഡിയോ ലെങ്ത് നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് സ്കോപ്സ് ഉണ്ട്. ആ സ്കോപ്സിൽ വളരെ കുറച്ച് സ്കോപ്സ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അതാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. സ്കോപ്സ് എന്ന് പറഞ്ഞാൽ, സ്കോപ്സ് മീൻസ് നമ്മൾ എത്തിച്ചേരാവുന്ന ജോബ്സ്. ഓക്കെ, കോഴ്സ് ജോബ്സ്. പിന്നെ അടുത്ത് സാലറി റിയാലിറ്റിയാണ്. ഇതാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം അല്ലേ. അഗെയിൻ ഇത് ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല, കംപ്ലീറ്റ് ഐഡിയ ഞാൻ പറയും, ഒന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. ഫസ്റ്റ് നമുക്ക് കയറുമ്പം കിട്ടാവുന്ന ആവറേജ് സാലറി കമ്പയർഡ് ടു കമ്പ്യൂട്ടർ സയൻസ് വളരെ കുറവായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ സാലറി വളരെ കുറവായിരിക്കും. അത് ഞാൻ കംപ്ലീറ്റ് തുറന്നടിച്ച് പറയാണ്. അത് കാരണം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽട്ടിയാണ് സാലറി പ്രശ്നങ്ങൾ. ഓക്കെ, എന്നാലേ നമ്മളത് എക്സ്പീരിയൻസ്ഡ് ആകുമ്പം അതിന് നമ്മൾ സാലറി എന്ത് ചെയ്യും, പതിയെ ഓർഗാനിക്കായിട്ട് ഇൻക്രീസ് ചെയ്ത് വരും. ഒരിക്കലും ആദ്യം കയറുന്ന ഒരാൾക്ക് സാലറി വളരെ കുറവെന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. പക്ഷേ എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേയും സാലറി ഇൻക്രീസ് ചെയ്ത് വരും. അതാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഗുണം. ഓക്കെ, പിന്നെ
ഗൾഫിലും അതുപോലെ ബാക്കിയുള്ള കൺട്രീസിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് മെക്കാനിക്കേഴ്സിന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗൾഫിൽ പോയാൽ HVAC നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സെൻട്രലൈസ് AC ഡിസൈൻ, പൈപ്പ് ഡിസൈൻസ് ഇതൊക്കെ ചെയ്യുന്ന ആരാ? മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ ആദ്യം അവിടെ നിങ്ങൾക്ക് എന്താണ് സ്കോപ്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് സാലറി റിലേറ്റഡ് കാര്യങ്ങൾ. അപ്പോൾ അഗെയിൻ നിർബന്ധം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ജോബ് സാലറി കുറവായിരിക്കും കമ്പയർഡ് ടു ആണ്, അല്ലാണ്ട് ഹോൾ ജോബ്സ് അല്ല. കമ്പയർഡ് ടു CS ഫസ്റ്റ് സാലറി എന്താണ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ? അഗെയിൻ എംടെക്കിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാവും? തെർമൽ എഞ്ചിനീയറിംഗ് പോവാം, മെറ്റീരിയൽ സയൻസ് പോവാം, ദെൻ മെഷീൻ ഡിസൈൻ പോവാം, മാനുഫാക്ചറിങ് സയൻസ് പോവാം. ഇങ്ങനെ ഒരുപാട് എംടെക് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത ഓപ്ഷൻസ് ആണ് എന്താണ്? എംടെക് കഴിഞ്ഞാൽ MS എബ്രോഡ് നമുക്ക് എന്ത് ചെയ്യാം? MS ചെയ്യാം. പിന്നെ MBA ചെയ്യാം. അതുപോലെ റോബോട്ടിക്സിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകാം. ഇങ്ങനെ ഒരുപാട് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും ഉണ്ട്. പിന്നെ അടുത്ത $1 million ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്സ്? അതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ്, സാർ ഈ AI വരുന്നതോടെ CS നല്ല രീതിയിൽ ബാധിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിന് ഇത് ബാധിക്കുമോ? ചാൻസ് കുറവാണ്. ബിക്കോസ് AI ഇൻറ്റഗ്രേറ്റഡ് റോബോട്ടിക്സ് ആണ് ഇപ്പോൾ ഒരുപാട് ബൂമിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ AI ഇൻറ്റഗ്രേറ്റഡ് റോബോട്ടിക്സ് നമുക്ക് ആവശ്യമുണ്ട്? മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ AI എത്രത്തോളം വളരുന്നോ അത്രത്തോളം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ? അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ EV ഇൻഡസ്ട്രി അല്ലേ? നിങ്ങൾ പണ്ട് റോഡിൽ കാണുന്ന EV വെഹിക്കിൾസ് ആണ് ഇപ്പോൾ ഉള്ളത്? ഒരിക്കലല്ല, ഒരുപാട് EV വെഹിക്കിൾസ് ഉണ്ട് ഇപ്പോൾ അല്ലേ? അവിടെയൊക്കെ നമുക്ക് ആരുടെ ചോയ്സ് വേണം? മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ കൈ അവിടെ എത്തണം അല്ലേ? അപ്പോൾ അവിടെ നമ്മുടെ സ്കോപ്സ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ പിന്നെന്താ? സസ്റ്റൈനബിൾ എനർജി അല്ലേ? എടാ നമ്മൾ പണ്ട് യൂസ് ചെയ്ത എനർജീസ് അല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വിൻഡ് ഉണ്ട്, സോളാർ ഉണ്ട്. ഇതൊക്കെ എന്താണ്? പുതിയ എനർജി കൺസപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാണ് അല്ലേ? എനർജീസ് യൂസ് ചെയ്യാണ്. അവിടെയൊക്കെ നമുക്ക് ആര് വേണം? മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണം. ഓക്കെ, അപ്പോൾ അതും നമ്മളെ സ്കോപ്സ് ഇൻക്രീസ് ചെയ്യാണ്. പിന്നെന്താ? സ്മാർട്ട് മാനുഫാക്ചറിങ്. ഈ സ്മാർട്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഐഡിയ ഉണ്ടാവില്ല. അത് നിങ്ങൾ BTech ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ അറിയാം. എന്തായാലും അവിടേക്ക് നമുക്ക് എന്താണ്? ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പം സ്കോപ്സും എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ കേസ് പറഞ്ഞാലേ ആദ്യം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഇങ്ങനെ ബൂം ചെയ്ത് വന്നു. പിന്നെ ഒരു 2015, 16, 17 ആ ഒരു റീജിയനിൽ അത് സ്റ്റാഗ്നൻ്റ് ആയിപ്പോയി. ഇപ്പോൾ എഗെയിൻ ഒന്ന് ബൂം ചെയ്യാൻ നിൽക്കുകയാണ്, ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ്? മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വീണ്ടും ബൂം ചെയ്യാനുള്ള ഒരു തുടക്കം എന്ന് പറയില്ലേ? ആ തുടക്കത്തിൻ്റെ ഒരു ലെവലിൽ നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത വർഷങ്ങളിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ബൂം ഉണ്ടെന്ന് വിശ്വസിക്കാം, ബൂം ഉണ്ടാകുന്ന എന്ത് ചെയ്യാം? വിശ്വസിക്കാം. ഓക്കെ, എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ആരൊക്കെയാണ് ഇത് അവോയ്ഡ് ചെയ്യണമെന്നാണ്. മാത്സും ഫിസിക്സും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഓഫ് കോഴ്സ് ഈ ഒരു ബ്രാഞ്ച് അവോയ്ഡ് ചെയ്യും നല്ലത്. കാരണം ഈ ബ്രാഞ്ചിൽ 4 വർഷവും നമ്മൾ പഠിക്കാനുള്ളത് മാത്സും ഫിസിക്സ് തന്നെയാണ്. അപ്പോൾ ഈ 4 വർഷം നമുക്ക് ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്യും ഇഫ് യു ഡോണ്ട് ലൈക്ക് മാത്സ് ആൻഡ് ഫിസിക്സ്. അപ്പോൾ മാത്സും ഫിസിക്സ് ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാഞ്ച് അവോയ്ഡ് ചെയ്യാം. സോ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് റോയൽ മെക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട്, വേറൊരു ബ്രാഞ്ചുമായിട്ടോ വേറെ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കാണാം. താങ്ക് യു.